ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച തൊഴിൽ പരിശീലന കേന്ദ്രമാണിത്. 2013 നിർമ്മാണം ആരംഭിച്ച് 2018 ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ആദ്യഘട്ടത്തിൽ ചില തൊഴിൽ പരിശീലന പരിപാടികളൊക്കെ ഇവിടെ നടന്നിരുന്നു. അതിനുശേഷം വർഷങ്ങളായി ഈ കെട്ടിടം ഉപയോഗിക്കാതെ കിടക്കുകയാണ്. വർഷങ്ങളായി കാണും ഈ കെട്ടിടത്തിന്റെ ഗേറ്റ് തുറന്ന് ആരെങ്കിലും ഇങ്ങോട്ടെത്തിയിട്ട്. പൊതുപ്പണത്തിൽ നിന്നും ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ഇങ്ങനെ ഉപയോഗിക്കാതെ കാട് കയറി നശിക്കുന്നത്. വനിതകൾക്കിവിടെ സ്വയം തൊഴിൽ പരിശീലനം നൽകുമെന്നായിരുന്നു ഈ കെട്ടിടം നിർമ്മിച്ചപ്പോഴുള്ള പ്രഖ്യാപനം. ആദ്യഘട്ടത്തിൽ ഇവിടെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു. അസൗകര്യങ്ങളെ തുടർന്ന് പിന്നീട് ഇത് കട്ടപ്പനയിലേക്ക് മാറ്റി. പിന്നീട് ചക്ക സംസ്കരണ യൂണിറ്റിനായിരുന്നു ശ്രമം. ഇതും വിജയം കണ്ടില്ല. ഇതോടെയാണ് ഈ ഗേറ്റ് അടച്ചത്. കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കുറേ കരാറുകാരും കുറേ അതിനോടനുബന്ധിച്ച് കുറച്ച് ആൾക്കാരും കൂടി അത് വീതം വെച്ചെടുക്കുന്നു, ലാഭകരമാക്കുന്നു. ഇതേപോലെ കുറേ ബിൽഡിംഗ് പണിയുന്നു. ഇത് ജനത്തിനൊന്നും യാതൊരു വിധത്തിലും ഗുണം ചെയ്യുന്നില്ല. കാരണം ഫണ്ട് ലാപ്സാകാതെ പണിതിടുന്നു, പിന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പൈനാവിന് സമീപം താന്നിക്കണ്ടത്താണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന പാതയിൽ നിന്ന് 2.5 കിലോമീറ്റർ സഞ്ചരിക്കണം ഇവിടെ എത്താൻ. നല്ല വഴി പോലുമില്ല. ഇതൊക്കെയാണ് കെട്ടിടം ഉപയോഗിക്കുന്നതിന് തടസ്സമായി ബ്ലോക്ക് പഞ്ചായത്ത് പറയുന്നത്. റോഡ് നന്നാക്കി ഉടൻ കുടുംബശ്രീക്ക് കെട്ടിടം കൈമാറുമെന്നാണ് വിശദീകരണം. ടാറിങ് തുടങ്ങി. ആ ടാറിങ് കഴിഞ്ഞതിന് ശേഷം കുടുംബശ്രീ പോലെയുള്ള സംവിധാനത്തിന് അത് ട്രെയിനിങ് പരിശീലനം നടത്തുന്നതിനായിട്ട് കൊടുക്കുന്നതിനായിട്ടാണ് നമ്മൾ ഉദ്യോഗിക്കുന്നത്. ഒരു റെസിഡൻസി സ്വകാര്യ വ്യക്തി കെട്ടിടം ഇരിക്കുന്ന സ്ഥലം സൗജന്യമായി നൽകിയതാണ്. ഇവിടെ റോഡടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ ലക്ഷങ്ങൾ ചിലവഴിച്ചത്. ഇടുക്കിയിൽ ഇതേപോലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. പല കെട്ടിടങ്ങളുടെയും നിർമ്മാണ ലക്ഷ്യം തന്നെ അഴിമതിയാണ് എന്നുള്ളതാണ് വസ്തുത. ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.